അമ്മച്ചിയോട് അത്രയും പറഞ്ഞ് അവൾ റൂമിലേക്ക് കയറുമ്പോഴും താൻ പകൽ കണ്ട ആ കാഴ്ചയുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. സൂര്യവംശി ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഇസഹാക്ക്. ഇവന്മാർ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഇല്ലാതാവാൻ പോകുന്നത് നിഹാൻ. ഇല്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്റെ ഇക്കാക്കയ്ക്ക് ഒന്നും വരാൻ പാടില്ല. അതൊന്നും ഈ റാഹിൽ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ശരിക്കും കളിക്കുന്ന ഒരാളുണ്ട്, അവനെ പുറത്തു കൊണ്ടുവരണം, വന്നേ മതിയാകൂ. അവൾ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് പോലും മാറാതെ കട്ടിലേക്ക് കിടന്നു. എന്നാൽ ഇതേ സമയം അവളുടെ മനസ്സിൽ കൂടി കുറച്ചു ദിവസമായിട്ടുള്ള മേധയുടെ ഭാവമാറ്റവും സ്വഭാവം തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത്. എന്തോ ഒന്ന് അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് തന്നെ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവൾ ഞങ്ങളോടൊന്നും പറയാഞ്ഞത്? അങ്ങനെ തന്നെ മനസ്സിൽ ഒരു കല്ലുകടിയായി നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മുകുലസുന്റെ കോള് അവളെ തേടി വന്നത്. ഹലോ. കോൾ എടുത്തപ്പോ തന്നെ മറുവശത്ത് നിന്നും കരച്ചിലായിരുന്നു മിനിയെ തേടിയെത്തിയത്. എന്റെ ഉമ്മു, നീ ഇങ്ങനെ കരയാൻ മാത്രം ഒന്നുമില്ല, എല്ലാം ശരിയാവും, നമ്മൾ എല്ലാവരും ഒന്നിച്ചുണ്ടല്ലോ. എന്റെ മിലി, ഇക്കാക്ക ഇതുവരെയായിട്ടും വീട്ടിൽ വന്നിട്ടില്ല, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇതെവിടെ പോയി ഓർത്തിട്ട് എനിക്കൊരു സമാധാനവുമില്ല. അത് മാത്രമാണോ, ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഉമ്മയും ഉമ്മുമ്മയും എല്ലാം മാറി മാറി ചോദിക്കുക, കോളേജിൽ ആ കൊച്ചിന് എന്ത് പറ്റിയതാ, നിങ്ങളുടെയൊക്കെ കൂട്ടുകാരി ആയിരുന്നില്ലേ എന്നൊക്കെ. ഇതിനൊക്കെ ഞാൻ എന്തുത്തരം പറയും? ഇവിടുത്തെ അവസ്ഥ അതൊക്കെ തന്നെ ആയിരുന്നു കൊച്ചെ. പോരാളി ഇതുവരെ ചോദിച്ചുകൊണ്ട് എന്റെ പുറകെ തന്നെ ആയിരുന്നു. എനിക്ക് വല്ലാണ്ട് പേടിയാകുന്നു പെണ്ണെ. പിന്നെ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഓർത്തിട്ട് എനിക്കാണെങ്കിൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി അവർക്കിടെ വല്ല കച്ചറയെ നടന്നോ, ഇക്കയ്ക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ? എനിക്ക് പേടിയാവുന്നടി. നീ ഒന്ന് നാക്ക് വളയ്ക്കാതിരിക്കുന്നുണ്ടോ ഉമ്മു? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. മിലി ഉമ്മുവിനെ സമാധാനിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. അവർക്കിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണുമോ? അറിയാതെങ്കിലും ഒരബദ്ധം. നീ ടെൻഷൻ ആവണ്ട, ഒരു കാര്യം ചെയ്, അവന്മാരെ എല്ലാം വിളിക്ക്, ഇക്കാക്ക അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്ക്. ഞാനും അറിയാവുന്നിടത്തൊക്കെ ഒന്ന് തിരക്കട്ടെ. ഞാൻ ചോദിക്കാടി. മിലി, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. എനിക്ക് നിങ്ങളൊക്കെ ഉള്ളു ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ ഉപ്പ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ, ഇക്കാക്കന്റെ മയ്യത്തെടുക്കും. നീ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടാതെ ഇപ്പോൾ പോയി നീ അവനെ ഒന്ന് അന്വേഷിക്കാൻ നോക്ക്. പിന്നെ വീട്ടുകാർക്കിടയിൽ അധികം സംശയത്തിന് ഇടവരുത്താതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ കൊച്ചേ. എടാ മോനെ കിഷോറെ, മോന്റെ ക്ലാസ്സിലെ കുട്ടിയാണോ ഇന്ന്? എന്റെ പൊന്നമ്മേ, അതെന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് തന്നെയാണ്. ഈ പ്രശ്നത്തിൽ എനിക്കൊരു പങ്കുമില്ല. ഇനി അതോർത്ത് ആവശ്യമില്ലാത്ത BP ഒന്ന് കൂട്ടാൻ നിൽക്കണ്ട. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. മോ കുളിച്ചിട്ട് വാ, അമ്മ ചായ എടുത്ത് വെക്കാം. അത് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയപ്പോൾ കിഷോർ വേഗം തന്നെ ടെറസിന് മുകളിലുള്ള ആ ഒറ്റമുറിയുടെ താക്കോലും എടുത്ത് വെളിയിലേക്ക് ഓടിയിരുന്നു. എടാ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ ഇവിടെ ഉണ്ടെന്ന് ആരെ അറിയിക്കരുത്. ദൈവത്തെ ഓർത്ത് ഫോണൊന്ന് ഓൺ ചെയ്ത് വെച്ചേക്കരുത്. എടാ കിഷോറെ, എടാ നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലഞ്ഞിട്ടൊന്നുമല്ല. ഈ പറയുന്നതൊക്കെ ആ സൂര്യവംശി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അയാളുടെ എങ്ങനെ കൈപ്പെട്ട പൊന്നുമോനെ പിന്നെ മിച്ചം കാണത്തില്ല. പിന്നെ എടാ, നിന്നെ ഒത്തിരി റിസ്ക് എടുത്താ ഞാൻ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ഫോണൊന്നും ഓൺ ചെയ്ത് വെച്ചേക്കരുത്. ലൊക്കേഷൻ എങ്ങാനും അവന്മാര് ട്രാക്ക് ചെയ്ത പിന്നെ പണിയാ. നീ പേടിക്കണ്ട അളിയ, അവൾക്കൊന്ന് ബോധം വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അളിയ, നീ എന്നോടെങ്കിലും സത്യം പറ, എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയോ നിനക്ക്? എടാ, ഞാൻ സത്യമാ പറഞ്ഞത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതിലൊന്നും ഒരു ബന്ധമില്ല. ശരി ശരി, അമ്മ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നീ വേഗം അകത്തേക്ക് കയറാൻ നോക്ക്. അത് പറഞ്ഞ് കിഷോർ അവൻ പോകുന്നത് നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നെ അമ്മയ്ക്ക് സംശയമൊന്നും കൊടുക്കാതെ വേഗം അവിടെ നിന്ന് അകത്തേക്ക് തന്നെ കയറി. അവനൊന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മ അവന് കഴിക്കാനുള്ള ചായയും ചൂട് പഴംപൊരി മേശപ്പുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞിരുന്നു. എടാ മോനെ, ഒന്ന് കുടുംബശ്രീക്ക് പോയിട്ട് വരട്ടെ, നീ ഇത് കഴിച്ചിട്ട് പഠിച്ചോ. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മായമുളങ്ങാനും വരുവാണെങ്കിൽ അവളോടകത്ത് ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, എടുത്തോളം പറഞ്ഞേക്ക് കേട്ടോ. ശരി ശരി. അവിടെ കണ്ട പെണ്ണുങ്ങളോട് നുണയും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വേഗം ഇങ്ങ് പോന്നേക്കണം. ഒന്ന് പോട ചെറുക്ക, ഞാൻ അവിടെ ഞൊണ പറയാൻ പോകുന്നതല്ല. അമ്മ അത് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മ ഇറങ്ങാൻ കാത്തിരുന്നത് പോലെ അവൻ വേഗം ചായയും 2 പഴംപൊരിയും എടുത്ത് മുകളിലെ ടെറസിലേക്ക് പോയി. ഡാ അളിയ, ഞാൻ വന്നു.
കതക് തുറക്കാൻ നോക്ക്. ആകെ കരഞ്ഞു തളർന്ന കോലത്തിലുള്ള നിഹാലാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. കോലം കണ്ടപ്പോ തന്നെ കിഷോറാകെ വല്ലാതായി പോയി. എടാ അളിയ, അവളുടെ വിവരം എന്തെങ്കിലും അറിഞ്ഞോടാ? എനിക്കൊരു സമാധാനവുമില്ല. നീ ആദ്യം ഇതൊക്കെ വാങ്ങി കഴിക്കാൻ നോക്ക്. അമ്മ വന്നു കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കത്തില്ല. നിനക്കറിയാലോ ഇവിടത്തെ കാര്യങ്ങള്. എനിക്കിതൊന്നും ഇപ്പൊ തൊണ്ടയിൽ നിന്ന് ഇറങ്ങത്തില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഊരാക്കുരുക്കി നിന്ന് എങ്ങനെ പുറത്തു വരുമെന്നോർത്ത എന്റെ ടെൻഷൻ. നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ട് BP ഒന്നും കൂട്ടാതെ നിഹാൽ. ഉമ്മക്കുലുസിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ അടുത്തുണ്ടെന്ന്. അല്ലെങ്കിൽ ആ പെണ്ണ് വല്ല അറ്റാക്കും വന്ന് ചാകും. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യം ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് ന്യൂസിൽ കാണുന്നത്. അത്യാവശ്യം പഞ്ചറുകളൊക്കെ അതിന്റെ ദേഹത്തുണ്ട്. എന്റെ പടച്ച തമ്പുരാനെ, ഇത്ര നേരമായിട്ട് അവൾക്ക് എന്താടാ ബോധം വരാത്തത്? അതൊന്നും അറിയത്തില്ല. പിന്നെ സൂര്യവംശി അങ്ങേരി കേസിന് പുറകെ പരക്കം പായുവാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. കുളങ്ങര തറവാട്ടിന്റെ മുകളിലത്തെ നിലയിൽ വല്യപ്പൻ കുളങ്ങര മൈക്കിളിന്റെ മുറിയിൽ കനത്ത ഗൗരവത്തിലായിരുന്നു. പുറത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നെങ്കിലും മുറിക്കുള്ളിൽ വല്ലാത്ത നിശബ്ദത പടർന്നു കിടന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ മൈക്കിളപ്പൻ ആലോചനയോട് നിൽക്കുകയാണ്. കട്ടിന്റെ അരികിലെ മേശപ്പുറത്ത് പഴയോര ബൈബിളും ചായക്കപ്പും ഇരിപ്പുണ്ട്. ഈ സമയം മുറിക്കുള്ളിലേക്ക് സാവധാനം നടന്നു വന്നത് അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഇസഹാക്കായിരുന്നു. അവൻ കതക് ചാരി വല്യപ്പന്റെ അടുത്തേക്ക് നടന്നു വന്നു. കോളേജിൽ നടന്ന സംഭവങ്ങളും സൂര്യവംശിയുടെ വരവും ഒക്കെ ചർച്ച ചെയ്യാൻ തന്നെയാണ് അവൻ വല്യപ്പന്റെ മുറിയിലേക്ക് വന്നത്. അപ്പൻ അറിഞ്ഞല്ലോ അല്ലേ, സൂര്യവംശി കോളേജിൽ വന്നിട്ടുണ്ട്. അവൻ B ബ്ലോക്കിലൊക്കെ കയറി പരിശോധന നടത്തി. മേധയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദ്യം ചെയ്തു തുടങ്ങി. ഇസഹാക്ക് തന്റെ പതിവ് ശാന്തതയോടെ പറഞ്ഞു. മൈക്കിളപ്പ സാവധാനം തിരിഞ്ഞു. ആ മുഖത്ത് ഒരു ഭയമില്ലായിരുന്നു. അവൻ വരും, വരാതിരിക്കില്ലല്ലോ. MLAയുടെ മകളല്ലേ താഴേക്ക് ചാടിയത്. അപ്പൊ പിന്നെ പോലീസിന് വരാതിരിക്കാൻ ഒക്കുവോ? പക്ഷെ അവൻ വന്നത് വെറും ഒരു കേസ് അന്വേഷിക്കാൻ മാത്രമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, അവൻ നമ്മുടെ പഴയ ശത്രുവാണ്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ എന്നോട് പകയിലാണ് നടപ്പ്. ഇപ്പോൾ പോലീസിന്റെ പവറും കൂടി കിട്ടിയപ്പോൾ അവൻ ആദ്യമേ കയറി പിടിച്ചത് എന്നെയാണ്. നമ്മുടെ മാനേജ്മെന്റിനെ പൂട്ടാൻ കിട്ടുന്ന ഒരവസരം അവൻ കളയില്ല, ഇസഹാക്ക് തുറന്നു പറഞ്ഞു. മൈക്കിളപ്പ സാവധാനം നടന്ന് ഇസഹാക്കിന്റെ തോളിൽ കൈവച്ചു. വല്യപ്പന്റെ കണ്ണുകളിൽ അപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അതിനാലാണ് ഞാൻ നിന്നോട് പറയുന്നത് ഇസഹാക്കെ, ആ സൂര്യൻ അവന്റെ രീതിക്ക് അന്വേഷിക്കട്ടെ. പക്ഷെ നീ വെറുതെ ഇരിക്കരുത്. പോലീസിന്റെ കണ്ണെപ്പോഴും ഒരു വശത്തേക്ക് മാത്രമേ പോകൂ. രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ സത്യങ്ങൾ മൂടിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കേസിലെ പിന്നാലെ യഥാർത്ഥ സത്യം എന്താണെന്ന് സൂര്യവംശിക്കൊപ്പം പാരലലായി നീയും അന്വേഷിക്കണം. മൈക്കിളപ്പൻ ഇസഹാക്കിന്റെ മുഖത്തേക്ക് നോക്കി അർത്ഥവത്തായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട പറഞ്ഞു. എടാ ചെറുക്ക, പണ്ട് പോലീസാകണം എന്ന് പറഞ്ഞ് നീ കുറെ നടന്നതല്ലേടാ. യൂണിഫോം ഇല്ലാതെ ഉള്ളൂ. നിന്റെ ഉള്ളിലെ ആ പഴയ മോഹം എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ആ സങ്കടം തീർക്കാൻ കിട്ടിയ ഒരവസരമായി എടുത്തോ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? വല്യപ്പന്റെ ആ വാക്കുകൾ ഇസഹാക്കിന്റെ ഉള്ളിലേക്ക് ആഞ്ഞു തറച്ചു. കോളേജ് കാലത്ത് നിയമത്തിന്റെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിച്ചു. പിന്നീട് കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അധ്യാപകനായി മാറിയ തന്റെ പഴയ ഭൂതകാലം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. വല്യപ്പൻ പറഞ്ഞത് ശരിയാണ്. തന്റെ കരിയറിലെ ആ വലിയ ആഗ്രഹം തീർക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനില്ല. പോലീസിന്റെ പരിമിതികളില്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഈ ക്യാമ്പസിന്റെ കറുത്ത വശങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ അവന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. മൈക്കിളപ്പന്റെ സ്വരം കൂടുതൽ ഉറച്ചതായി. ആ കോളേജ് നമ്മുടെ കുടുംബത്തിൻ്റെതാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. സൂര്യവംശി നിന്റെ മേത്തോട്ട് കയറാൻ നോക്കിയാൽ നീയും വിട്ടുകൊടുക്കരുത്. അവൻ കണ്ടെത്തുന്നതിന് മുമ്പ് ആരാണ് ആ മേധയെ കൊണ്ട് ഈ മണ്ടത്തരം ചെയ്യിപ്പിച്ചെന്ന് നീ കണ്ടെത്തണം. നിന്റെ തന്തയുടെയും ബുദ്ധിയും എനിക്ക് നന്നായിട്ട് അറിയാം. കുളങ്ങര കുടുംബത്തിന്റെ അന്തസ്സ് കളയാതെ ഈ കേസിന്റെ ചുരുൾ നീ അഴിക്കണം. നീ അന്വേഷിച്ചിറങ്ങിക്കോ. ബാക്കി പുറം കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. വല്യപ്പന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഇസഹാക്കിന്റെ ഉള്ളിലും ഒരു വാശി കയറി. സൂര്യവംശിക്ക് മുമ്പേ ക്യാമ്പസിലെ ഈ കറുത്ത രഹസ്യത്തിന്റെ വേരുകൾ കണ്ടെത്താൻ അവൻ ഉറപ്പിച്ചു. അത് ഞാൻ ഏറ്റു അപ്പ. സൂര്യൻ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. അവൻ എന്റെ നേരെ വന്നാൽ തിരിച്ചെന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ ഉള്ളിലെ ആ പോലീസ് ബുദ്ധി എന്താണെന്ന് ആ സൂര്യൻ ഈ കേസിലൂടെ അറിയാൻ പോകുന്നതേ ഉള്ളൂ, ഇസഹാക്ക് ഉറപ്പോടെ പറഞ്ഞു.
അന്ന് രാത്രി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാവരുടെ ചർച്ചയിൽ ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു. കോളേജിന്റെ പേരും പ്രശസ്തിയും ഒരു തരത്തിലും പോകാൻ പാടില്ല. അത് തങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ തന്നെ ബാധിക്കും. എടാ സേവിച്ച, നിന്നോട് ഞാൻ ഇതിനുള്ള ഉത്തരം ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നീ ഈ കാര്യം വിട്ടേക്ക്. നിനക്ക് പോകണമെങ്കിൽ തിരിച്ചു പോകാനുള്ള വഴി നോക്ക്. എനിക്കും എൻ്റെ ചെറുക്കനും അറിയാം ഇനി എന്താ വേണ്ടതെന്ന്. ഇസ, നീ വല്യപ്പന്റെ വാക്കും കേട്ട് കിടന്ന് തുള്ളാൻ നിൽക്കരുത്. നീയും ആ സൂര്യൻ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായ പൊല്ലാപ്പുകളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. ഇനി പുതിയതുണ്ടാക്കാൻ പോകരുത്. അവൻ ഈ കേസ് തെളിയിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. കൊച്ചച്ഛനൊന്ന് വെറുതെ ഇരിക്കെ. അങ്ങനെ കണ്ടവന്മാർ നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും ഞാൻ ജീവനോടുള്ളപ്പോൾ സമ്മതിക്കില്ല. ഈ കേസും പ്രശ്നങ്ങളും എല്ലാം എങ്ങനെ തീർക്കണമെന്ന് എനിക്കിപ്പോ നല്ല ധാരണയുണ്ട്. ആയിക്കോട്ടെ അച്ചായോ, ഇതൊരു നടക്കി പോകുന്ന പ്രശ്നമില്ല. അച്ഛൻ എന്താണെങ്കിലും നമ്മുടെ വക്കീലിനെ വിളിച്ച് ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കാൻ പറഞ്ഞേര്. വല്യപ്പനും കൊച്ചുമോനും കൂടി ഇത് പ്രശ്നമാക്കുന്ന ലക്ഷണമാണ്. അമ്മ ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കണമെന്നില്ല. ഈ കേസ് അത് കാലം എനിക്ക് വേണ്ടി കാത്തുവെച്ചത് തന്നെയാണ്. കുളങ്ങരയിൽ ഇസഹാക്ക് അവന്റെ മുമ്പിൽ ജയിച്ചു നിൽക്കാൻ വേണ്ടി കാലം എനിക്ക് മുമ്പിൽ കൊണ്ടുതന്ന അവസരം. മോനെ സൂര്യ, നമുക്ക് അവരോടൊന്നും ഒരു പ്രശ്നത്തിന് പോകണ്ട. അവരൊക്കെ ഒത്തിരി കാശുള്ള വലിയ കുടുംബക്കാരാണ്. വെറുതെ എന്തിനാണ് വയസ്സാകാലത്ത് നീ കൂടി എനിക്കൊരു തലവേദന ഉണ്ടാക്കി വെക്കരുത്. എടോ ഭാര്യയെ, താൻ എന്തിനാ അവനെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്നത്? ഒന്നുമല്ലെങ്കിലും നിന്റെ മോൻ നാടറിയപ്പെടുന്ന ഒരു പോലീസുകാരനല്ലേ? അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് താൻ എന്തിനെങ്ങനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്നത്? ആ, അപ്പനും മോനും ഒറ്റക്കെട്ട. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നാ നിങ്ങൾ ഈ പറയുന്നത് മനുഷ്യ? നമുക്കാകെ ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇവന്റെ കല്യാണം, ഇവന്റെ കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ആ കുളങ്ങര കുടുംബവുമായി ഒരു പ്രശ്നത്തിന് പോയാൽ എൻ്റെ അമ്മേ, ഞാനൊരു പ്രശ്നത്തിന് പോകുന്നില്ല. ഇതെന്റെ ജോലിയാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഒന്നും അറിയാത്ത ഒരു പാവം കുട്ടിയാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോൾ അതിന്റെ യഥാർത്ഥ കുറ്റവാളി കണ്ടുപിടിക്കണ്ടേ? മോനെ സൂര്യെ, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ വല്ല, വർഷം 30ആയി. നിന്റെ ഈ മുഖം ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു തെളിച്ചമുണ്ടല്ലോ, അത് ഇസഹാക്കിന് നിന്റെ മുന്നിൽ കിട്ടിയ സന്തോഷമാണ്. നിന്റെയൊക്കെ കോളേജ് കാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇനി രണ്ടും കൂടി കണ്ടുമുട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന്. ഇപ്പോൾ അതും ഇങ്ങനെയായി. ഇതാ അമ്മേ പറയുന്നത്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. അത് വണ്ടി പിടിച്ചിട്ടാണെങ്കിലും ശരി, അടുത്ത തന്നെ വന്നിരിക്കും. ഇസഹാക്കും ഈ സൂര്യൻ തമ്മിലുള്ള പ്രശ്നം തീരണമെങ്കിൽ ഞങ്ങൾ ഒരാൾ മാത്രമായി അവശേഷിക്കണം. അല്ലാതെ ഇത് തീരാൻ പോകുന്നില്ല. അവൻ അവരെ തന്നോട് ചേർത്തുകൊണ്ട് തുടർന്നു. ഒന്നും ഞാൻ ഈ ജന്മത്തെ മറക്കത്തില്ല. എന്റെ സൂര്യയെ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നീ ഒരു ജോലിയിലാണ് ഇരിക്കുന്നത്, അല്ലാതെ കോളേജിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ. എത്ര വളർന്നാലും ശരി, എത്ര വലിയ സ്ഥാനത്തെത്തിയെന്ന് പറഞ്ഞാലും ശരി, ചില വാശികളും ദേഷ്യങ്ങളും അങ്ങനെയൊന്നും മാറില്ല നമ്മളിൽ നിന്ന്, അല്ലേ അച്ഛാ? നീ ആ കേസ് തെളിയിക്കാൻ നോക്കടാ മോനെ. നിന്റെ അമ്മ ഇങ്ങനെ പലതും പറയും. ആ കൊച്ചിന് നീതി കിട്ടണം. അതിന് വേണ്ടത് ഞാൻ ചെയ്യും അച്ഛ. എന്നാൽ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ, കുറച്ച് തിരക്കുണ്ട്. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഫോണും എടുത്ത് അകത്തേക്ക് തന്നെ പോയി. അപ്പോഴും ആദ്യയോട് അമ്മ അവൻ പോകുന്നത് നോക്കിയിരുന്നു. എന്തിനാ പ്രകാശേട്ടാ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആകെ നമുക്ക് അവനല്ലേ ഉള്ളൂ. എവിടെയെങ്കിലും സ്ഥലം മാറ്റം വാങ്ങിച്ച് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം. ഈ നശിച്ച നാട്ടിൽ നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. എടോ, താനിങ്ങനെ ടെൻഷൻ ആവാനും മാത്രം ഒന്നുമില്ല. ഇതവൻ അവന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അല്ലാതെ കോളേജിൽ പോയിട്ട് വീണ്ടും തൊണ്ടി പിടിച്ച് വഴക്കുണ്ടാക്കാനൊന്നും അവൻ നിൽക്കില്ല.